ഹായ്, ഇന്ന് നമ്മൾ എനർജിക്സ് ഓർഗാനിക്കിൻ്റെ ആക്ഷൻ പ്ലാനിൽ 15ാമത്തെ മൊഡ്യൂളാണ് കേട്ടെന്ന് പറയാൻ നമ്മൾ പോകുന്നത്. ഇതിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു കസ്റ്റമർ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ചർച്ചാ വിഷയം. എങ്ങനെയാണ് നമുക്ക് കസ്റ്റമറോട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ കഴിയുക, അതാണ് നമ്മൾ ഇന്നത്തെ ചർച്ച. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ പോയി. അപ്പം ആ പ്രോഡക്റ്റ് സെല്ലർ പറയുകയാണ് നല്ലൊരു പ്രോഡക്റ്റാണ്, പിന്നെ നിങ്ങൾക്കിത് വാങ്ങി ഉപയോഗിക്കാം എന്നൊക്കെ സെല്ലർ പറയുന്നുണ്ട്. പക്ഷേ അവരെ നമുക്ക് അറിയില്ല, അതുപോലെ തന്നെ അവരോട് നമുക്ക് ട്രസ്റ്റും ഇല്ല. അപ്പം നമ്മളെങ്ങനെ വാങ്ങുക? അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ട്രസ്റ്റിൻ്റെ പ്രാധാന്യം. നമ്മളെക്കുറിച്ചൊരു ട്രസ്റ്റ് അവർക്കുണ്ടെങ്കിൽ പിന്നെ ആരും അതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. അതേസമയം ആ ട്രസ്റ്റ് ഇല്ലാതിരുന്നാൽ എത്ര നമ്മൾ അവരോട് പറഞ്ഞിട്ടൊക്കെ നമുക്കതുകൊണ്ടൊരു പ്രയോജനവും കിട്ടില്ല. അതിനാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എവിടുന്ന് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിന് പോയാലും വാങ്ങുമ്പോഴൊക്കെ നമുക്കൊരു അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ പറയലിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതാക്കുമ്പോഴാണ്, അതല്ലാതെ അതൊരു വാക്കായിട്ട് നമ്മൾ പറയില്ല. നമ്മുടെ മനസ്സിൽ വരുന്ന ഫീലാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് കണ്ട് വിചാരിച്ചാരും വാങ്ങൂല. അപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ പല ചോദ്യങ്ങളും ഇങ്ങനെ ഉയരും. നമ്മളായാലും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ വാങ്ങിയാൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഉപകാരമുണ്ടോ? ഈ പിന്നെ സെല്ലർ പറയുന്നതൊക്കെ കാര്യമാണോ എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിക്കും അല്ലേ? അങ്ങനെ തന്നെയല്ലേ എല്ലാവരും ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും, എന്തെന്നായാലും ഒരു ക്ലീനിങ് പ്രോഡക്റ്റ് വരെ വാങ്ങുമ്പോഴും അങ്ങനെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നൊരു തോട്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ വരും, ഈ പ്രൊഡക്റ്റ് നല്ലതാണോ, ഇത് ക്വാളിറ്റി ഉണ്ടോ, ഈ സെല്ലർ പറയുന്നതൊക്കെ അത് ക്ലിയർ ആണോ എന്നുള്ള ഓരോ കാര്യങ്ങൾ അവരിലിങ്ങനെ അവരുടെ മനസ്സിലിങ്ങനെ ഉദിക്കും. ഇതിന് പണം കൊടുത്താൽ നമുക്ക് നഷ്ടമാവുമോ എന്നൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ ആരോടാ പറയുക? ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയവരുണ്ടോ? ഈ ബ്രാൻഡിനെ വിശ്വസിക്കാൻ പറ്റും? അങ്ങനെയുള്ള പല ചോദ്യങ്ങളും അവരിൽ ഉയരും. ഇതിനാണ് നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്, ഇതില്ലാതിരിക്കാൻ. ഈ ട്രസ്റ്റിന് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ഈ ട്രസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കാര്യത്തിന് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട്. പ്രധാനമായിട്ടും ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണവും പ്രവർത്തിക്കണവും ഒന്നായിരിക്കണം. അതാണ് ഏറ്റവും വലിയൊരു സെല്ലറുടെ ഒരു പ്രത്യേകത. ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ തുടരായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ അതിൽ ഒരിക്കലൊരു വിശ്വാസ്യത ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു ഏർപ്പാട്, ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മളിൽ ഒരു ഹോണസ്റ്റ് അവർക്കുണ്ടാവണം. നമ്മൾ നല്ല പരസ്യമൊക്കെ ചെയ്യും. പരസ്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ല പ്രൊഡക്റ്റാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയും. പക്ഷേ കസ്റ്റമർക്ക് കിട്ടുന്ന വേറൊരു ഫീലിംഗ് വേറൊന്നും ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ പ്രോഡക്റ്റുകളിൽ തന്നെ 100% നമ്മൾ നാച്ചുറൽ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ നാച്ചുറിങ് വേണം, അതുപോലെ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിൽ മാനുഫാക്ചറിങ് വേണം, അതുപോലെ തന്നെ അതിൻ്റെ ഫോർമുലേഷനിൽ മാനുഫാക്ചറിങ് വേണം. അതൊക്കെ 100% ഉണ്ടെങ്കിലേ നമ്മളത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയണതും ചെയ്യണതും ഒരേ തുലാസിൽ തൂക്കാൻ പറ്റുന്നതാവണം എന്ന് പറയുന്നത് പോലെ ഒരുപോലെ ആയിരിക്കണം. എന്താണോ നമ്മളതിൽ പറയുന്നത്, ഹാൻഡ് മെയ്ഡാണ്, ഹോം മെയ്ഡാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ഡെലിവറി ഫാസ്റ്റാണെന്ന് പറയുകയാണെങ്കിൽ അത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകണം. കസ്റ്റമർക്ക് ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വലിയ വലിയ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാതൊക്കെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ പ്രോഡക്റ്റിലും നമ്മുടെ പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം. ഫേക്കായ ടെസ്റ്റിമോണിയൽ കൊടുക്കുക, അതുപോലെ തന്നെ ഒരാളെ ടെസ്റ്റിമോണിയൽ വെച്ചിട്ട് എല്ലാവർക്കും ഇതുപോലെ റിസൾട്ട് ഉണ്ടാവും എന്നൊക്കെ പറയുക. അതുപോലെ 100% ഹെർബൽ ഇൻഗ്രീഡിയൻ്റാ എന്ന് പറഞ്ഞിട്ട് അതിൽ ഹെർബൽ ഇൻഗ്രീഡിയൻ്റ് അല്ലാതെ കെമിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ഉൾപ്പെടുത്തിയായിട്ട് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുക. പ്രോഡക്റ്റ് കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ കസ്റ്റമറെ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് അവർ അകന്നകന്ന് പോകലേ ഉണ്ടാവുള്ളൂ. അത് ഒരു ബിസിനസ് തത്വമാണ്. കസ്റ്റമർക്ക് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കസ്റ്റമർക്ക് ആ പ്രോഡക്റ്റിൽ നല്ലൊരു ട്രാൻസ്പെറൻസി കൊടുക്കുക. എന്താ വെച്ചാൽ ഒരു വ്യക്തത കൊടുക്കുക. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഫോർമുലേഷന്, അതുപോലെ തന്നെ എത്ര കാലം ഷെൽഫ് ലൈഫ് ഉണ്ട്, ഇത് എത്ര കാലം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും, എത്രത്തോളം റിസൾട്ട് കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞിട്ട് അവർക്ക് അതിലൊരു ട്രാൻസ്പെറൻസി ഉണ്ടാക്കുക, ഒരു വ്യക്തത ഉണ്ടാക്കുക.
ഇപ്പോൾ ഒരു ഓയിലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണിത് നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ള 1 by 1 ആയിട്ട് നമ്മൾ അവരോട് പറഞ്ഞിട്ട് അവരെ നമ്മൾ വിശ്വാസത നേടിയെടുക്കണം. ആ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമ്മളതിൽ പ്രാവർത്തികമാക്കിയിരിക്കുകയും വേണം. ഒരു കസ്റ്റമർ നമ്മളെ വിശ്വസിക്കണമെങ്കിൽ മറ്റൊരു കസ്റ്റമറുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ അത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അതാണ് നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ജെന്യൂനായ കസ്റ്റമർ റിവ്യൂ, ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോസുകൾ, റിസൾട്ട് കിട്ടിയിട്ടുള്ള ഫോട്ടോസുകൾ, വീഡിയോ ടെസ്റ്റിമോണിയൽ, അതുപോലെ തന്നെ കസ്റ്റമർ അതിനെക്കുറിച്ച് നമ്മൾ അവരെ കഥ പറയുക, അതൊക്കെ വലിയൊരു തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു അസറ്റ് തന്നെയാണ്. സെല്ലർ പറയുകയാണ് എൻ്റെ പ്രോഡക്റ്റ് നല്ലതാണ്, പക്ഷേ അതൊരു സെല്ലറല്ല, ഒരു കസ്റ്റമറാണ് പറയുന്നത് ഈ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് എന്ന് ഒരു കസ്റ്റമറാണ് പറയുന്നതെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ട്രസ്റ്റ്. അങ്ങനെ കസ്റ്റമർ പറയുമ്പം അതൊരു നല്ലൊരു ക്രെഡിബിലിറ്റിയാണ് നമ്മുടെ പ്രോഡക്റ്റിന്. അതന്നെ ട്രസ്റ്റ് വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ്. ഫേക്ക് റിവ്യൂസുകളൊന്നും ഉണ്ടാക്കാതിരിക്കുക. കസ്റ്റമറെ റിവ്യൂ നമ്മൾ സൂക്ഷിക്കുക. എന്നിട്ട് അത് നമ്മൾ പുതിയ കസ്റ്റമർക്ക് നമ്മൾ അയച്ചു കൊടുക്കുക. കസ്റ്റമറെ അനുവാദമില്ലാതെ അവരുടെ ഫോട്ടോ, വീഡിയോ ഒക്കെ നമ്മൾ പരസ്യം ചെയ്യുക. ഇതൊന്നും ചെയ്യരുത്. ഇതൊക്കെ ട്രസ്റ്റ് ഇല്ലാതാകാനുള്ളൊരു കാരണമാണ്. അതുപോലെ തന്നെ 4ാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. അതന്നെ ഒരു നല്ലൊരു ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാല്ലേ. ഒരു കസ്റ്റമർ നമുക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അതിന് റിപ്ലൈ കൊടുത്തുകൊണ്ട് നമ്മൾ അവരോട് ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ അവരോട് പെരുമാറുക. 2 ദിവസമൊന്നും ആവാൻ കാത്തിരിക്കാതെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉപയോഗ രീതികളൊക്കെ നമ്മൾ അവരോട് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. അപ്പോൾ അവർക്ക് നമ്മൾ അവരെ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഇതും കൂടി അവർക്ക് വരും. അതൊക്കെയാണ് കസ്റ്റമർ ട്രസ്റ്റ് ഉണ്ടാക്കാനുള്ളൊരു മാർഗം. കസ്റ്റമർ നമ്മൾ സെല്ല് ചെയ്യാനുള്ള ഒരാളായിട്ട് മാത്രം കാണരുത് കേട്ടോ. അവരുടെ പ്രോബ്ലത്തിന് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയ രീതിയിലുള്ള ഒരു അപ്രോച്ചേ നമ്മൾ അവരോട് കാണിക്കാവൂ. അപ്പോൾ അവർക്കും നമ്മളോട് നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് വരും. ആ രീതിയിൽ നമ്മൾ അവരോട് പെരുമാറണം. നമ്മുടെ അടുത്ത് വന്ന ഒരു പ്രശ്നം അവർ പറയുകയാണെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കുക, ഇത് എത്ര സമയമായി തുടങ്ങിയിട്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ഫീലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്, എന്തെങ്കിലും വേറെ മരുന്നുകൾ എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരോട് നമ്മൾ അവരുടെ കാര്യങ്ങൾ തിരക്കുക. അങ്ങനെ അവരെ കെയർ ചെയ്യേണ്ടെന്ന് അവർ മനസ്സിലാക്കണം. ആദ്യം തന്നെ നമ്മൾ അവരെ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുക, എന്നിട്ട് സെല്ല് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് സെയിൽ നടക്കുക. അപ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ ഇവർക്ക് പണം മാത്രമല്ല കേട്ടോ, എൻ്റെ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ തരലാണ് ഇവർക്ക് പ്രാധാന്യമെന്ന് അവർ മനസ്സിലാക്കും. നമ്മളെ കയ്യിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആ കസ്റ്റമറെ നമ്മൾ അവരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് നമ്മളെ കൂടെ കൂട്ടുക. അവർക്ക് അവരൊരു സെല്ല് ചെയ്ത് അവരെ പണം വാങ്ങി അതല്ല, അവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് എന്ന് ചോദിക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ട് എന്താ റിസൾട്ട്, നിങ്ങൾ ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കൽ എന്നുള്ള ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുക. യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ, എന്താണ് നിങ്ങളെ ഫീലിങ്, ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീല് തോന്നുന്നുണ്ടോ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ആവാനുണ്ടോ. അപ്പോൾ കസ്റ്റമർക്ക് തോന്നും ഇത് പ്രോഡക്റ്റ് വിറ്റിട്ടും അതുപോലെ നമ്മളുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ഒരു ആരോഗ്യത്തിലും നമ്മുടെ സൗന്ദര്യത്തിലൊക്കെ അവർക്കൊരു ഷെയറിങ് ഉണ്ട്, അവർക്കൊരു കെയറിങ് ഉണ്ട് എന്നൊക്കെ ഈ കസ്റ്റമർ മനസ്സിലാക്കും. അങ്ങനെയാണ് അതിലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നമ്മളെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവരോട് നമ്മൾ സോറി പറഞ്ഞിട്ട് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു കഥ, ഒരു സ്റ്റോറി അവരോട് പറയുക, എങ്ങനെയാണ് നമ്മളിതിലേക്ക് എത്തിപ്പെട്ടത്, എന്താണ് ഇതിൻ്റെ ഒരു ഉള്ളിലെ കഥകളൊക്കെ പറഞ്ഞിട്ട് അവരെ ബോധിപ്പിക്കുക. എങ്ങനെയൊക്കെയാണ് നമ്മളിതിൻ്റെ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യണത്, അതുപോലെ നമ്മളെങ്ങനെ പ്രിപ്പേർഡ് ചെയ്യണത്, എങ്ങനെയാണ് ഈ മാനുഫാക്ചറിങ്, ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യണത്, ലേബലിങ്, നമ്മുടെ അറിവുകൾ അവർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ പഠിക്കാനുള്ള ഓരോ ജേണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ അവരോട് ഷെയർ ചെയ്യുക.
അതുപോലെ നമ്മുടെ ബിസിനസ് ജേണി അവരോട് പറയുക. അപ്പോൾ ഇതോടുകൂടി നമ്മളെ പേഴ്സണൽ ബ്രാൻഡും പേഴ്സണലായിട്ടുള്ള പിന്നെ ബ്രാൻഡും പ്രോഡക്റ്റ് ബ്രാൻഡും ഇതോടുകൂടി ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വരും. സമയം എടുത്തുകൊണ്ട് ഇങ്ങനെ വളർന്നു വരും. എന്തൊക്കെയാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് നമ്മൾ പഠിച്ച് 1 by 1 ആയിട്ട് പഠിച്ചു പോകുന്നത്. നമ്മൾ ഒന്നാമത്തെ തന്നെ കൺസിസ്റ്റൻസി, ഹോണസ്റ്റി ഉണ്ടാക്കിയെടുക്കുക, അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക. രണ്ടാമത്തതൊരു ട്രാൻസ്പെറൻസി, അവരുമായിട്ടൊരു വ്യക്തത ഉണ്ടാക്കുക. മൂന്നാമതായിട്ട് കസ്റ്റമറുടെ റിവ്യൂവും എക്സ്പീരിയൻസൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാലാമതായിട്ട് സെല്ലിങ്ങിൻ്റെ മുമ്പ് അവരുമായിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തുക. സെയിൽസ് കഴിഞ്ഞാലും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതോടുകൂടി തുടങ്ങുക. വന്ന വഴികളൊക്കെ അവരോട് പറഞ്ഞിട്ട് അവർ അതിലൊരു അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ബ്രാൻഡിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു ബ്രാൻഡിനെ വളർത്തിയെടുക്കാൻ പറ്റും. കസ്റ്റമർ നമ്മളെ അടുത്ത് നിന്ന് ആദ്യം തന്നെ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു സെയിലാണ്. രണ്ടാമതും അവർ നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ എന്താണ് അതിന് നമ്മളെന്താ പറയുക, അവരുടെ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടാണ് അവർ രണ്ടാമതായിട്ടും നമ്മളെ അടുത്തേക്ക് വരും. ഒരു പ്രോഡക്റ്റ് മറ്റൊരാളുടെ വഴിയായിട്ട് ഒരു കസ്റ്റമർക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിലോ അതൊരു ട്രസ്റ്റിലൂടെയാണ് വരുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യം കസ്റ്റമറാണ് നേടുക എന്നുള്ളതല്ല, ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് ബ്രാൻഡിനെ വളർത്തിയെടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരണം. ട്രസ്റ്റില്ലാതെ നമുക്ക് ബിസിനസ്സൊക്കെ വളർത്താം, പക്ഷേ അത് ഒരു വലിയൊരു സെയിൽസൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഒരു സസ്റ്റൈനബിൾ ബിസിനസ് ആക്കാൻ അത് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോസിൽ കാണാം അടുത്തൊരു കാര്യങ്ങൾ കേട്ടോ. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം.